ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് വീണ്ടും സ്വാഗതം. മെഡിക്കൽ രംഗത്തെ പുതിയ ആശയങ്ങൾ പരിചയപ്പെടുത്തുന്ന ചാനലാണ് ഹെൽത്ത് റിസർച്ച് സ്കോളർ. ഇത്തവണ നമ്മൾ സംസാരിക്കുന്നത് കൃത്രിമ മാംസത്തെക്കുറിച്ചാണ്. കൃത്രിമമായി മാംസം ഉണ്ടാക്കുക എന്നത് ഒരു പുതിയ ആശയം അല്ല, എന്നാലും അത് വലിയ തോതിൽ അത് സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും അധികം മനുഷ്യർ ഭക്ഷിക്കുന്ന ഒരു സാധനമാണ് മാംസം. അതിനുവേണ്ടി ഒരുപാട് ജീവികൾ, അതായത് കന്നുകാലികൾ, കോഴി, മീൻ, അങ്ങനെ പലതിനെയും നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ഇൻഡസ്ട്രിയാണ്, വലിയൊരു മാർക്കറ്റാണ്. ഒരുപാട് ജീവികളെ ഇതിനു വേണ്ടി കൊല്ലുന്നുണ്ട്. ഇതിനു തന്നെ വളർത്തി കൊല്ലുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അതൊരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഇതിനെ കോഴികളെയൊക്കെ വളർത്തി നമുക്കറിയാം. ബ്രോയിലർ കോഴി എന്ന് പറയുന്ന സങ്കല്പം തന്നെ അതാണല്ലോ. അതിന് മാംസത്തിന് വേണ്ടി മാത്രം വളർത്തുന്ന ജീവികളാണ്. അപ്പോൾ അതൊരു വലിയ വിപണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പലർക്കും അത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. പലരും ഇതിനെതിരായിട്ട് വന്നിട്ടുണ്ട്. മൃഗഹിംസ അതിൻ്റെ നൈതികമായ തലത്തിൽ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലാതെ തന്നെ അത് എതിർക്കുന്ന പലരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യ പോലെയുള്ള രാജ്യത്തും അതിന് ശക്തമായ ചില മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ട്. മൃഗങ്ങളെ കൊല്ലരുത് എന്നുള്ള ഒരു സങ്കല്പം ശക്തി പ്രാപിച്ചു വരുന്നു. പല ആളുകളും ഇത് മാംസാഹാരം, പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും മാംസാഹാരം ഉപേക്ഷിച്ച് വേഗൻ എന്ന രീതിയിലേക്ക് മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെതിരായ ഒരു 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 മൂവ്മെൻറ്റ് വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ വേറെ ചില പ്രശ്നങ്ങളും കൂടി ഈ വിപണി കൊണ്ടുണ്ടാകുന്നു. ഒന്ന്, ഈ കന്നുകാലികളെ വലിയ വ്യാവസായിക തോതിൽ വളർത്തി കശാപ്പ് ചെയ്യുന്ന അവസരത്തിൽ ഇവയിൽ നിന്ന്, ഇവരുടെ ദഹന പ്രക്രിയയിൽ നിന്നുണ്ടാകുന്ന മീഥെയ്ൻ എന്ന് പറയുന്ന ഒരു ഗ്യാസുണ്ട്. ആ ഗ്യാസ് അന്തരീക്ഷത്തിൽ കലരുന്നത് കൊണ്ട് ആഗോളതാപനം വർദ്ധിക്കാൻ ഇടവരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കൂടുതൽ ശക്തമായ ഒരു താപനത്തിന് കാരണമാക്കുന്ന ഗ്യാസാണ് മീഥെയ്ൻ. അപ്പോൾ അത് കന്നുകാലികൾ വളർത്തലാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കന്നുകാലികളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ പചന വ്യവസ്ഥയിൽ നിന്നാണ് മീഥെയ്ൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് നമുക്ക് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ ആഗോള താപനത്തിന് കുറവ് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ വലിയൊരു ആധുനിക ലോകത്തെ വലിയൊരു പ്രശ്നമാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അതായത് പല മരുന്നുകളും, ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്കും എതിരായി അവയ്ക്ക് ഫലമില്ലാതായി കൊണ്ടിരിക്കുന്നു. കാരണം അതിന് റെസിസ്റ്റൻസ്, ബാക്ടീരിയകൾ അതിന് സൂക്ഷ്മാണുക്കൾ അതിനോട് എതിർപ്പ് അല്ലെങ്കിൽ അതിനോട് റെസിസ്റ്റൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ വ്യാപകമായ തോതിൽ കോഴി വളർത്തലിലും മറ്റും കോഴികളുടെ വളർച്ച പെട്ടെന്നാകാനും അവയ്ക്ക് കൂടുതൽ തൂക്കം ഉണ്ടാകാനും വേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ ഭക്ഷിച്ച കോഴികളെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ആൻറ്റിബയോട്ടിക്കുകളുടെ വ്യാപകമായ ഉപയോഗം കാരണം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും വ്യാപകമായി ഉണ്ടാകുന്നു. അത് മനുഷ്യർക്ക് അപകടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട അപകടങ്ങളെ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന വലിയ പ്രശ്നങ്ങളെ എതിരിടാനും കൂടി വേണ്ടിയാണ് ഈ മാംസ വിപണിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ അത് കുറച്ചെങ്കിലും നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ കൃത്രിമ മാംസത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അത് പ്രധാനമായും അതിൽ ചെയ്യുന്നത് അത് ഈ മൂലകോശങ്ങൾ, കന്നുകാലികളുടെയും കോഴികളുടെയൊക്കെ മൂലകോശങ്ങൾ എടുത്തിട്ട്, മൂലകോശങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റെം സെൽസ്, അവയ്ക്ക് എന്ത് സ്റ്റെല്ലായിട്ടും ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സെല്ലുകളെയാണ് മൂലകോശം എന്ന് പറയുന്നത്. അവയെ എടുത്തിട്ട് മാംസ സെല്ലുകളായിട്ട് വികസിപ്പിച്ച് ലാബിൽ മീറ്റ് കൾച്ചർ ചെയ്തെടുക്കുന്നു. ലബോറട്ടറിയിൽ വലിയ യന്ത്രങ്ങളിൽ വെച്ച് അതിനെ കൾച്ചർ ചെയ്ത് മീറ്റ് പോലെയുള്ള അതേപോലെ ഒരു ടിഷ്യൂ ആയിട്ട് അതിനെ മാറ്റിയെടുക്കുന്നു. അപ്പോൾ അതായത് ഒരു ജീവിയെ കൊല്ലാതെ തന്നെ നമുക്ക് മാംസം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. അതാണ് കൾച്ചേർഡ് മീറ്റ് അഥവാ ലാബ് മീറ്റ് എന്നൊക്കെ ഇതിന് പറയുന്നത്. അത് പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷ്യവസ്തുവാണ്. നമുക്ക് പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇത് എത്രത്തോളം ആളുകൾക്ക് അക്സെപ്റ്റബിൾ ആവും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. ഇപ്പോൾ അത് വിപണിയിൽ വന്നു തുടങ്ങി. അതുപയോഗിച്ചുള്ള ആഹാര സാധനങ്ങൾ പലതും ആളുകൾ ഇപ്പോൾ പല റെസ്റ്റോറൻറ്റുകളും, സിംഗപ്പൂരാണ് ആദ്യമായിട്ട് 2020 മറ്റോ ഇങ്ങനെയുള്ള മീറ്റ് മനുഷ്യർക്ക് ഉപയോഗപ്രദമാണ് എന്ന് പറഞ്ഞ് അതിനുള്ള അനുമതി കൊടുത്തത്. ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളും, ഇന്ത്യയും അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷേ അതിലും ചില പ്രശ്നങ്ങളുണ്ട്. ചില ആളുകൾ വളരെ നൈതികമായ ഒരു പൊസിഷനിൽ നിന്ന് ഈ മൂലകോശങ്ങൾ പോലും ഉപയോഗിക്കാൻ, അപ്പോൾ നമ്മളൊരു സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അതുപോലും പാടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് ചില മോളിക്യൂളുകളെ എടുത്ത് മാംസാഹാരമായി മാറ്റാനുള്ള ചില സങ്കേതങ്ങളും ഇപ്പോൾ ആൽഗെ പോലെയുള്ള ചില ചെടികളിൽ നിന്ന് മാംസം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇതൊരു ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇതിന് വലിയൊരു ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. അത് ലോകത്തെമ്പാടും അത് ഈ ഒരു സാങ്കേതികവിദ്യ പടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ നമുക്ക് പലപ്പോഴും ഈ മൃഗങ്ങളെ ഹിംസിക്കാതെ കൊല്ലാതെ തന്നെ കഴിക്കാവുന്ന മാംസം വലിയ തോതിൽ ലഭ്യമാകും എന്ന് ആണ് മിക്കവാറും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റാണ്. ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് ഇത്.